നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏതായാലും ഇന്നലെ ഞാൻ വോട്ട് ചെയ്യാൻ പോയി. നിങ്ങൾ പലർക്കും സാധിക്കാത്ത ഇന്നലെ ഞാൻ സാധിച്ചു. ഞാൻ ചെയ്തില്ല. ഞാൻ അവസാന നിമിഷം ഒരു 5:30 ശേഷമാണ് വോട്ട് ചെയ്തത്. ആ നേരത്ത് എൻ്റെത് ഉഴവലക്കൽ പഞ്ചായത്താണ്, നെടുമങ്ങാടുള്ള അവിടെയുള്ള എൻ്റെ വാർഡിലാണ് വോട്ട് ചെയ്തത്. ആ നേരത്ത് തിരക്ക് ഒട്ടും ഇല്ലായിരുന്നു. 5:30 ആയതുകൊണ്ടായിരുന്നു ഒട്ടും ആളില്ലായിരുന്നു. ആ നേരത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ആ നേരത്ത് തിരക്ക് കുറവ്. സാധാരണ ഈ അവസാന നിമിഷം ഒരു കൂട്ടത്തിരക്ക് ഉണ്ടാവുന്നതാണ്, പക്ഷെ ഉണ്ടായില്ല. ഞാൻ എരുമേലി പോയി ചെയ്യേണ്ടതാ. അതെ, ഞാൻ അങ്ങനെ പരിചയക്കാരൊന്നും അല്ലായിരുന്നു, അടുപ്പക്കാരൊന്നും ആയിരുന്നില്ല സ്ഥാനാർത്ഥികൾ. പിന്നെ ഞാനിവിടെ ഇതിനു വേണ്ടി ദൂരം യാത്ര സാധാരണ പോകുന്നതാണ് എല്ലാ തെരഞ്ഞെടുപ്പും. ഇത്തവണ എന്തോ ഒരു കാരണത്താൽ ഞാൻ പോയില്ല. ഇന്ന് വാർത്തകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഒരുപാട് വാർത്തകളാണ്. വാർത്തകളേ ഉള്ളൂ ഇഷ്ടം പോലെ. അത് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടി എന്നുള്ള, മുൻകൂർ ജാമ്യം കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് പ്രധാന വാർത്തകൾ ഓടിച്ചു നമുക്ക് പോകാം. തരൂരിന്റെ അവാർഡ് അത് പെട്ടെന്ന് അവസാനിപ്പിക്കുക. ആ തരൂരിന്റെ അവാർഡ് വെറും അർത്ഥമില്ലാത്ത, ചാനലുകൾക്ക് ഒരു വാർത്ത ഇല്ലാത്തതുകൊണ്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു വാർത്ത മാത്രമാണ്, ഒരു കഥയില്ലാത്തതാണ്. അവരെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് HRDS അവാർഡ് പ്രഖ്യാപിച്ചത്. ഞാൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലിസ്റ്റിൽ നിന്ന് 1 ലക്ഷം രൂപ തരുമായിരുന്നു. 1 ലക്ഷം രൂപ ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൾപ്പെടുന്നത്. അത്രേ ഉള്ളൂ. വെറുതെ ചാനലുകൾ പറഞ്ഞു, തരൂർ അറിഞ്ഞിട്ടില്ല. പക്ഷെ തരൂർ ഇക്കാര്യത്തിൽ ഒരു നല്ല കാര്യം ചെയ്തു. അദ്ദേഹം കൃത്യമായ നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു അവർ ചെയ്തത് ശരിയായില്ല, ഞാൻ ആ പാർട്ടി വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാണല്ലോ, പിന്നെ എന്തിനാണ് അവരെൻ്റെ പേര് ഉൾപ്പെടുത്തി? അത് ഒരു ഉചിതമായ കാര്യമല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാൻ ഇറങ്ങി കഴിഞ്ഞു. അല്ല, ഉണ്ണിത്താനെ പോലുള്ളവർക്ക് പ്രതികരിക്കാൻ ഒരു അവസരം വേണമായിരുന്നു, അത്രേ ഉള്ളൂ. എനിവേ, നമുക്ക് PT കുഞ്ഞുമുഹമ്മദിലേക്ക് പോകാം. PT കുഞ്ഞുമുഹമ്മദ് CPM-ന്റെ ഒരു ബുദ്ധിജീവിയാണ്. അവരുടെ ഒരു സാംസ്കാരിക നായക മുഖമാണ്. 2 തവണ MLA ആയിരുന്നു. 2 തവണ 94 ബൈ ഇലക്ഷനാണ് അത്. അതെ, അവരോടും കൂടെ ജയിച്ചു. അങ്ങനെ CPM-ന്റെ മുഖമാണ്, സാംസ്കാരിക നായകനാണ്. എപ്പോഴും ഒരു ജുബയൊക്കെ ഇട്ട് ഒരു താടിയൊക്കെ വെച്ച് ഇങ്ങനെ. ഒരു കാര്യമുണ്ട്, ഇതൊരു സിനിമയിലെ നായകനായിരുന്നു, അതറിയാമോ? അതെ, ഉപ്പ്, പവിത്ര സമയത്ത് ഉപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഉപ്പിലെ നായകനായിരുന്നു അദ്ദേഹം. പല സിനിമകളും നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം അന്നത്തെ കാലത്ത്. പിന്നെയാണ് പ്രവാസിയായിരുന്നു. പിന്നെ ഗർഷോ പിന്നെ സംവിധാനം ചെയ്തത് പിന്നീടാണ്. മഗ്രിബ് ഒക്കെ സംവിധാനം ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹം 94 ഇലക്ഷൻ മത്സരിക്കുമ്പോൾ രസകരമായ സംഭവമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം ഇടത് സ്വതന്ത്രനായിരുന്നു. ബൈ ഇലക്ഷനാണ്. PM അബൂബക്കർ മരിച്ചു പോയപ്പോഴാണ് ഗുരുവായൂർ ബൈ ഇലക്ഷൻ വേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം ചെണ്ടയായിരുന്നു. അപ്പോൾ ഈ പേര് ചെണ്ടയെന്നാണെങ്കിൽ ഇത് കണ്ടാലേ അതിൻ്റെ മറ്റേ വലിയ ഒരു തായമ്പ ഇങ്ങനത്തെ വലിയ സാധനം ഇരിക്കുന്നതാണ്. ചെണ്ട പോലെ അല്ല അതിൻ്റെ ഷേപ്പ്. അപ്പം ജയിച്ചു. രണ്ടാമത്തെ തവണ ഇദ്ദേഹം ചെണ്ട പ്രിഫർ ചെയ്തു. ചെണ്ടയിൽ വീണ്ടും ജയിച്ചു. മൂന്നാമത്തെ തവണ ചെണ്ട ചോദിച്ചപ്പോൾ 2001 ഇത് മേഘാലയത്തിലുള്ള ഏതോ പ്രാദേശിക പാർട്ടിക്ക് ചിഹ്നം അവിടെ നിന്നുള്ള പാർട്ടിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ പുള്ളി ഏതോ കുട്ടയെ എങ്ങനെയാണ് മത്സരിച്ചത്, തോറ്റു. 3 തവണ തോറ്റു. അത് കഴിഞ്ഞാണ് പുള്ളി കമ്മ്യൂണിസ്റ്റ് നായകനാവുന്നത്. ആദ്യം സ്വതന്ത്രനായിരുന്നു, പാർട്ടി ചിഹ്നത്തിലല്ല പുള്ളി മത്സരിച്ചത്. എന്തായാലും ഈ മനുഷ്യനെ ചലച്ചിത്ര, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായ കുറ്റകൃത്യം എന്താ വെച്ചാൽ, ചലച്ചിത്ര IFFKയുടെ സിനിമ സെലക്ട് ചെയ്യുന്ന ട്രെയിനിങ് കമ്മിറ്റിയിൽ. അപ്പൊ ഇതൊരു ഫേവർ ചോദിച്ചാണ്, നിന്റെ സിനിമയ്ക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കണം എന്നുള്ള അവസ്ഥ. എന്നിട്ട് നവംബർ 27 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടിയിട്ട് ഡിസംബർ 2 വരെ അനങ്ങാതിരുന്നു. ഡിസംബർ 2 പോലീസിന് കൊടുത്തിട്ട് ഡിസംബർ 8 വാർത്തയാവുന്ന ഒരു കേസെടുത്തില്ല. ഇവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തിൻ്റെ FIR ഇടുന്നു, രാഹുലിനെ പിടിക്കാൻ പോകുന്നു. ഭയങ്കര CPM-ന്റെ വൃത്തികെട്ട ഇരട്ടത്താപ്പുണ്ട്. അല്ല, അത് സംസ്കാര നായകന്മാരെ പലരുടെയും പേരിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടല്ലോ. ഇവർ പലരും വലിയ വേട്ടക്കാരാണ്. കമലിന്റെ പേര് പോലും ഉണ്ടായിരുന്നു. കമലിന്റെ പേര്. ഇവർ വലിയ വേട്ടക്കാരാണ്, പെൺവേട്ടക്കാരാണ്. എന്നിട്ട് അവനെ പിടിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഓടുകയും ചെയ്യും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നോക്കൂ രാജ്മോഹൻ, ഇപ്പൊ സംഭവിച്ചു. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാവപ്പെട്ടവൻ രാഹുൽ ഈശ്വറിന്റെ കാര്യം കൂടെ പറയണം. ഇന്നും ജാമ്യം കിട്ടിയില്ല. നാളെ രാവിലെ 11 മണി വരെ കണ്ട് വീണ്ടും. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇന്ന് ജൂനിയറാന്ന് തോന്നുന്നു അപ്പിയർ ചെയ്തത്. കാരണം ഈ വക്കീലിനൊക്കെ നാണക്കേടാണ്. ഈ രാഹുൽ ഈശ്വരന് വേണ്ടി അപ്പിയർ ചെയ്യുന്ന വക്കീലന്മാർക്ക് നാണക്കേടാണ്. കാരണം ഇന്നും എന്തൊക്കെയോ ഷോ കാണിക്കുന്നുണ്ട്. ഇന്ന് അയാളുടെ ഈ വർത്താനം കേട്ടപ്പോഴേ ഞാൻ ഓർത്തത് ഇത് വീണ്ടും ട്രോൾ ആവും. കോടതിക്ക് മുമ്പ് നിൽക്കുന്ന ഒരു കേസ് അല്ല, അതല്ല, ട്രോൾ ആവും. അയാൾ എന്നെ പറഞ്ഞ മൊത്തം ട്രോളാണ്. എത്ര 11 ദിവസം ഞാൻ 11 കിലോ കുറഞ്ഞു. കിഡ്നിക്ക് തകരാറ്. അപ്പൊ ഇത് ബൈജുസാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജിക്ക് കിഡ്നി ഇല്ലായിരുന്നു. കിഡ്നി ഇല്ലായിരുന്നു. എന്താ ചെയ്യുന്നത്? ഇതായത് അച്ചടക്കം ഇതുവരെ ആൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ ചോദിക്കുമ്പോഴും മര്യാദയ്ക്ക് സഹകരിക്കുന്നതിന് പകരം എന്താ ചെയ്തത്? ബഹളം വെക്കുന്നു, പത്രങ്ങളോട് കാണുന്നു, ഞാൻ നിരപര, ദിലീപ് സിന്ദാബാദ്. ഈ കോടതി എന്ന് പറയുന്ന സംവിധാനത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ. നിയമം പഠിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് എനിക്ക് പഠിക്കുന്നില്ല, എവിടെ പഠിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അല്ല, അതാണ് ഞാൻ ഇന്ന് ജൂനിയർ വക്കീലാണ് അദ്ദേഹത്തിന് അപ്പിയർ ചെയ്തത്. സീനിയർ അല്ല പോയത്. ആലോചിച്ച് നോക്കിയ അവസ്ഥ. കസ്റ്റഡി 3 ദിവസം ചോദിച്ചു.
വക്കീൽ എന്നിട്ട് പറ്റത്തില്ല, ഒരു ദിവസം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊടുത്തുള്ളൂ. ഇതിൻ്റെ ഇടയുടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവർക്ക് ആരും വിശ്വാസമില്ല. ഇപ്പോൾ രാഹുലിൻ്റെ ഭാര്യയും ഒരു സംഘം കൂടാണ് ഇതിനൊക്കെ പറയാൻ പോകുന്നത്. ആദ്യമേ വക്കീലിൻ്റെ അടുത്ത് വന്നു, ആദ്യം ശാസ്തമംഗലം ആ ജാമ്യം നിഷേധിക്കപ്പെടുന്ന ശാസ്തമംഗലത്തെ ആ വിശ്വാസം ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ഉടൻ തന്നെ അടുത്ത വക്കീലിൻ്റെ അടുത്ത് പോയി. ആ വക്കീലിൻ്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് നേരെ ഹൈക്കോടതിയിലേക്ക് നേരിട്ട് പോകാൻ വേണ്ടി അവിടെ ചെന്ന് ഇതെല്ലാം മേടിച്ചുകൊണ്ട് ഇവിടെ തന്നെ 2 വക്കീലന്മാർ ഒരേ സമയം അവിടെ അപ്പിയറായി. അതിനുശേഷം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വക്കീൽ എസ് രാജുവിൻ്റെ അടുത്ത് എസ് രാജു പറഞ്ഞു നിങ്ങൾ എന്തുപോയി കാണിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. തിരിച്ചു വന്നു. തിരിച്ചുകൊണ്ട് ഈ വക്കീലിൽ നിന്നും ഡോക്യുമെൻ്റൊക്കെ വാങ്ങാൻ ഡ്രൈവറെയാണ് വിട്ടത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ ഇവർക്കാരും വിശ്വാസമില്ല, ആരോടും ബഹുമാനമില്ല, ഈ സിസ്റ്റത്തിന് തന്നെ ആരോടും താല്പര്യമില്ല, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇവരൊക്കെ ഫീസ് കൊടുക്കുന്നുണ്ട് അമ്മനാണറിയാം വക്കീലന്മാർക്ക്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, കൊടുക്കത്തില്ലായിരിക്കും, കേസ് കൊണ്ട് ഏൽപ്പിക്കും. അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഈ ഭാര്യ അഡ്വക്കേറ്റാണ്. ചിലപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളെ വിളിക്കും, അത്യാവശ്യം ഒരു കാര്യമുണ്ട്, ഒരു കേസിൻ്റെ കാര്യമുണ്ട്, ഒന്ന് നമ്പർ തരാൻ അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് കുറേ പുള്ളിക്കാരെ എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ച് വെള്ളം വയ്ക്കും. കാര്യം എന്താണെന്ന് അറിയാമോ? ഇവർ വിളിച്ചു ചോദിക്കുന്നത് വേറെ വക്കീലിന് വക്കാലത്തെ കൊടുത്തിട്ട് അയാളെടുത്ത് പോയി കാര്യം സംസാരിച്ച് അയാൾ പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണെന്ന് പറയും. എന്തൊരു വിവരക്കേടാണ് അവർ കാണിക്കുന്നത്. ഇവർക്ക് അറിയില്ല അതിനെക്കുറിച്ച് പലർക്ക്. വല്ലാത്ത കഷ്ടം. എന്തായാലും അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പം പുറത്തു വന്ന ഏറ്റവും വിചിത്രമായ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പീഡിപ്പിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ പുറത്തു വരികയാണ്. ഇപ്പം നാളെ പുറത്തു വരും. രാഹുൽ മാങ്കടത്തോട് ഞാൻ സംസാരിച്ചു. രാഹുൽ മാങ്കടത്തോട് ഞാൻ ഇന്ന് സംസാരിച്ചു. രാഹുൽ മാങ്കടത്ത് ഞാൻ സംസാരിച്ചു. രാഹുൽ മാങ്കടത്ത് നാളെ തിരിച്ചു വരും. പാലക്കാട് വോട്ട് ചെയ്യാനായിട്ട് നാളെ വരും. അപ്പം അതേസമയം ഇവൻ ഇപ്പോഴും അകത്താ. ദിലീപിനും മാങ്കൂട്ടത്തിനും വേണ്ടി വാദിക്കാൻ ഇറങ്ങിയ ഇവൻ രാഹുൽ ദിലീപും വെളിയിലാണ്, മാങ്കൂട്ടും വെളിയിലായി, ഇവൻ അകത്ത് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. നമുക്ക് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെ വരാം. എന്ത് സംഭവിച്ചു? അപ്പോൾ ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിന് മുൻകൂർ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി. കണ്ടീഷനിലാണ്, കണ്ടീഷണൽ ബെയിലാണ്. എല്ലാ മുൻകൂർ ജാമ്യങ്ങളും എല്ലാ ജാമ്യങ്ങളും കണ്ടീഷനാണ്. ഇത് ചാനലുകളും പത്രങ്ങളെ കൊണ്ട് രക്ഷയില്ല. അതായത് നിരുപാധികം ആർക്കും ജാമ്യം കൊടുക്കത്തില്ല, നിരുപാധികം ആർക്കും മുൻകൂർ ജാമ്യം കൊടുക്കത്തില്ല. മുൻകൂർ ജാമ്യമാണെങ്കിലും ജാമ്യമാണെങ്കിലും കണ്ടീഷനാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എല്ലാവർക്കും, എനിക്ക് എത്രയോ കേസുകളുണ്ട്, അതിൽ ഒന്നാമത്തെ കാര്യം സാക്ഷികളെ സ്വാധീനിക്കരുത്, ഇരയെ ഇന്റിമിഡേറ്റ് ചെയ്യരുത്, പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന് അന്വേഷണത്തോട് സഹകരിക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന 1-2 സാധനങ്ങൾ അതിലൊന്നുണ്ട്, അല്ലെ എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഹാജരാണ്. ഷർഷാദിനോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഹാജരാവണം ആ സിവിൽ കേസെടുത്തിട്ട്. എന്ന് മാത്രമല്ല കേരളം വിട്ടു പോരുന്ന ആ ഒരു നിബന്ധന ഇയാൾക്കില്ല. അപ്പം കണ്ടീഷനിലാണ് എന്ന് പറയുന്നത് നിരുപാധികമായ ഒരു ജാമ്യമില്ല. എന്തിനേറെ രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ടിവിടെ എന്തോ സമരം നടത്തിയ ജയിലിലായില്ലേ, വീട്ടിൽ ചെന്ന് പിടിച്ചോണ്ടോ അന്ന് എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷൻ ഹാജരാവണമെന്നാണ്. എന്ന് മാത്രമല്ല പരമാവധി 3 മാസം. ഈ 3 മാസം ആകുമ്പോൾ ഈ കണ്ടീഷൻ മാറ്റും. നമ്മൾ ഈ 3 മാസം കൃത്യമായി പാലിച്ചാൽ കോടതി കൊടുക്കുക, ഇതാ ഞാൻ 3 മാസം കൃത്യമായി പാലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ മാറ്റും. അപ്പോൾ അങ്ങനെ വലിയൊരു കുഴപ്പം പിടിച്ചൊരു കണ്ടീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫലത്തിൽ പുറത്തു വരാം, എന്നാലും ഒരു റിസ്ക് ഉണ്ട്. ഈ കേസിലാണ് മുൻകൂർ ജാമ്യം കിട്ടിയത്, രണ്ടാമത്തെ കേസിൽ. ഈ കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കേസുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, ആ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടേ ഉള്ളൂ. നോട്ട് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടിൽ നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റ്. അണ്ടിൽ നെക്സ്റ്റ് ഹിയറിംഗ് ഡേറ്റ് അടുത്ത തിങ്കളാഴ്ച, അതായത് 15-ാം തീയതിയാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. അന്നാണ് ജാമ്യം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച കേസെടുത്തിട്ട് ഇവന് ജാമ്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം, ഒപ്പിടാൻ പോകണമല്ലോ. അപ്പോൾ ഈ രാഹുലിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം, ഈ കേസിൽ ജാമ്യം കിട്ടിയാലും മറ്റേ കേസിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഒളിവിൽ തുടരണമെന്നായിരുന്നു. പക്ഷെ അപ്പോഴൊരു പ്രശ്നം വരും. അങ്ങനെയായിരുന്നു ആദ്യത്തെ ആലോചന. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ രണ്ടാമത്തെ കേസിന്റെ ജാമ്യ വ്യവസ്ഥ പാലിച്ചില്ല എന്ന് വരും. അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാകണം. അത് വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ ആ ജാമ്യം റദ്ദാക്കാം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ചു വന്നു. ഇപ്പം രാഹുലിന് മുമ്പിലുള്ള റിസ്ക് ഇത്രേ ഉള്ളൂ, അടുത്ത തിങ്കളാഴ്ച ഹൈക്കോടതി ജാമ്യം തള്ളിയാൽ രാഹുൽ ഇവിടെ ഉണ്ടല്ലോ. മാത്രമല്ല തിങ്കളാഴ്ച 10-നും 11-നും ഇടയ്ക്ക് ഒപ്പിടാൻ ചെല്ലണം. തിങ്കളാഴ്ചയാണ് കോടതി കേസ് പരിഗണിക്കുന്നത്. അവൻ ജാമ്യം തള്ളിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മിക്കവാറും ഈ പോലീസ് സ്റ്റേഷൻ തന്നെ ആയിരിക്കും. എനിക്കൊരു അനുഭവമുണ്ട്, ഞാനത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അതായത് എനിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതേ ജഡ്ജ്
അതായത് ജസ്റ്റിസ് കെ ബാബു ബാബു എനിക്കൊരു നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് കേസിൽ ജാമ്യം നൽകുന്നു. പക്ഷെ അതിലൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ആ കേസ് വളരെ ഒരു മെറിറ്റുമില്ല, ആ കേസ് നിലനിൽക്കത്തേ ഇല്ല എന്നാണ് ജസ്റ്റിസ് ബാബു പറയുന്നത്. അതായത് ഞാൻ മതവിദ്വേഷം പരത്തുന്ന വീഡിയോ ചെയ്തു വന്ന അൻവറിൻ്റെ പരാതിയിലാണ് കേസ്, അൻവറിൻ്റെ ഒരു ശിങ്കടിയുടെ പരാതിയിലാണ് കേസ്. അപ്പോൾ കോടതി പറഞ്ഞു ഒരു മതവിദ്വേഷം അത് പരത്തിയിട്ടില്ല എന്ന് മാത്രമല്ല മതേതരത്വമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, ഒരു കണ്ടീഷനും ഇല്ല. ആകെപ്പാടെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷൻ ഒപ്പിടാൻ പോകേണ്ട, ഒന്നും ചെയ്യേണ്ട. ആകെപ്പാടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അന്ന് 10-നും 11-നും ഇടയിൽ പോയി കോടതിയിൽ ഹാജരായി ഈ അറസ്റ്റ് മറ്റേ അടുത്ത നടപടിക്രമം അല്ല പോലീസ് സ്റ്റേഷൻ ഹാജരായിട്ട്. എനിക്കുള്ള പ്രോബ്ലം എന്താണെന്നറിയോ, മറ്റൊരു കേസിലെ ജാമ്യം കിട്ടാനിരിക്കുവാണ്. പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി. എന്നെ ആ പോലീസ് സ്റ്റേഷനിൽ കയറി അത് 5 മിനിറ്റ് കൊണ്ട് നടപടിക്രമം പൂർത്തിയാക്കി. കാരണം അന്ന് 11 മണിക്ക് ഈ എൻ്റെ രണ്ടാമത്തെ പരിഗണിക്കുന്നുണ്ട്. അത് കിട്ടിയാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 10-11 എന്നെ 10-10 നടപടിക്രമം പൂർത്തിയാക്കിയിട്ട് ഇറക്കി. CIയുടെ ഓഫീസിന് വെളി ഇറങ്ങിയപ്പം എന്നെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ SI CI കൂടെ ഒന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എന്നെ നിലമ്പൂരിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ വക്കീലിൻ്റെ ഒരു ഡിഫൻസ് കോടതി സ്വീകരിച്ചു. അതായത് മുൻകൂർ ജാമ്യം പരിഗണനയിലിരിക്കുമ്പോൾ ഒരാൾ അറസ്റ്റിലാകപ്പെട്ടാൽ അത് എന്താ ഇൻഫെക്ചറസ് ആവും, ഇതാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വക്കീൽ പറഞ്ഞു ഇല്ല, ഈ കോടതിയിൽ ഞാൻ വരുമ്പോൾ അയാൾ അറസ്റ്റിലായിട്ടില്ല, മാത്രമല്ല ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അറസ്റ്റ് ചെയ്തതാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് അന്ന് ജസ്റ്റിസ് അന്ന് ഒരു PK മോഹൻദാസ് എന്ന് പറഞ്ഞൊരു ജഡ്ജായിരുന്നു, അദ്ദേഹം ജാമ്യം അനുവദിച്ചു. ജില്ലാ കോടതിയിൽ ഒരു അഡീഷണൽ സെഷൻസ് ജഡ്ജ് ജാമ്യം അനുവദിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം, ഇതിനേക്കാൾ കുഴപ്പമാണ് താഴത്തെ കോടതിയിലെ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഹൈക്കോടതിയിലെ ജാമ്യം കിട്ടാതെ വന്നാൽ ആ സെക്കൻഡിൽ ഇയാൾ റഡാറിനുള്ളിലായി. പക്ഷേ സാധാരണഗതിക്ക് ഹൈക്കോടതി ഒരു കേസ് പരിഗണിച്ചിട്ട് നോട്ട് അറസ്റ്റ് കൊടുക്കണമെങ്കിൽ ആ കേസിന് മെറിറ്റ് ഇല്ല എന്ന് തോന്നണം. അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമായിട്ട് കോടതിക്ക് തോന്നിയാൽ, ഇവർ ഈ പറയുന്നതിനൊക്കെ തെളിവുകളുണ്ട് എന്ന് കോടതിക്ക് തോന്നിയാൽ നോട്ട് അറസ്റ്റ് കൊടുക്കത്തില്ല. അപ്പം ഇത്രയും കാലം ഈ നോട്ട് അറസ്റ്റ് ഇല്ലാതെ അറസ്റ്റിലായില്ലല്ലോ. അതെ, അതുകൊണ്ട് അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് ഈ നോട്ട് അറസ്റ്റ് കൊടുത്തതിനർത്ഥം പ്രഥമ ദൃഷ്ടിയ ഈ കക്ഷിയുടെ, അതായത് രാഹുലിൻ്റെ അഭിഭാഷകൻ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ മെറിറ്റ് ഉണ്ടെന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് വളരെയധികം സാധ്യത കിട്ടാനാണ്. പക്ഷേ ഇതൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. ജഡ്ജിൻ്റെ മുമ്പിൽ വരുന്ന തെളിവുകൾ പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതാണ് നമ്മുടെ ചോദ്യം. ഞാനിത് രാഹുലിനോട് ചോദിച്ചു. ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ രാഹുലിനോട് സംസാരിച്ചു. എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ രാഹുലിനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ചേട്ടിപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ്, നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, സ്പീക്കറിലിടാന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ രാഹുൽ തമ്മിൽ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ നീ സത്യം പറയടാ, നീ ഈ പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ പോയതാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞില്ല ചേട്ടാ, ഇതൊക്കെ ഇങ്ങനെ ഈ കള്ളക്കഥകൾ തന്നെയാണ്, അത് കോടതിക്ക് ബോധ്യമായതുകൊണ്ട്. ആദ്യത്തെ സംഭവം അവർ സമ്മതിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് അഡ്മിറ്റ് ചെയ്ത് നീ രാഷ്ട്രീയക്കാരെന്തെങ്കിലും നിനക്ക് അതിന് മോശമല്ലേടാ ചോദിച്ചു. അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നുണ പറയണ്ടെന്ന് തീരുമാനിച്ചു. ഞാനും ആ സ്ത്രീയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അത് പെരുപ്പിച്ചതും വലിപ്പിച്ചതുമായ കാര്യങ്ങളാണ് കാണുന്നത്. അത് പറയുന്നതും പകുതിയും ശരിയല്ല, ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നുണ പറയണ്ടെന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ കെട്ടുകഥകളാണ്. നിരവധി ആളുകളുമായി പരിചയം ഉണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു, സൗഹൃദം ഉണ്ടായിരുന്നു. അതിൽ ചിലരൊക്കെ ഇങ്ങനെ കെട്ടുകഥകളും രംഗത്ത് വന്ന് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം രാഹുലിൻ്റെ മുമ്പിലുള്ള വഴി ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രാഹുൽ ഇനി ഒളിവിൽ കഴിയുന്നില്ല. നാളെ പാലക്കാട് വോട്ട് ചെയ്യാൻ വരും. എപ്പം വരും, എങ്ങനെ വരും നമുക്കറിയത്തില്ല. രാഹുൽ എന്തായാലും നാളെ പാലക്കാട് വോട്ട് ചെയ്യാനായിട്ട് എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് രാഹുലിൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതെ. പിന്നെ രാഹുൽ നേരിടുന്നൊരു പ്രശ്നം വെച്ചാൽ, കോൺഗ്രസ് പാർട്ടി നേരത്തെ സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുൽ ഒരു കേസിൽ പ്രതിയായിരുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാഹുൽ ഒരു കേസിൽ പ്രതിയാണ്, 2 കേസിലെ പ്രതിയാണ്. അതുപോലെ പ്രമാദമായ കേസുമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ രാഹുലിനോട് കൂടാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം രാഹുലിന് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് മത്സരിക്കാൻ പോകുന്നില്ല. അപ്പം രാഹുൽ അവിടെ ഒരു അകലമുണ്ട്. അപ്പം അതിനെ എങ്ങനെ അതിജീവിക്കുന്നൊക്കെ എന്തായാലും രാഹുൽ വീട്ടിൽ പോയിരിക്കാൻ പോകുന്നില്ല. അയാൾ MLA എന്ന നിലയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാനാണ് സാധ്യത. പിന്നെ രാഹുലിൻ്റെ മേൽ ഇപ്പോൾ കേൾക്കുന്ന കുറേ കഥകളുണ്ട്. ഇപ്പം ഒരുപാട് കഥകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇപ്പോൾ ഒരു ചാനൽ അവതാരികയെ ബന്ധപ്പെട്ടൊരു ആരോപണം എൻ്റെ അടുത്ത് പലരും പറഞ്ഞു.
ഞാനിന്ന് ആ ചാനൽ അവതാരികയെ വിളിച്ചു ചോദിച്ചു, അറിയപ്പെടുന്ന ഒരു ചാനൽ അവതാരിക. ഞാൻ ചോദിച്ചു, മോളെ ഇങ്ങനൊരു കഥ കേൾക്കുന്നു. അപ്പോൾ എന്നോട്, എൻ്റെ ചേട്ടാ ഞാൻ എന്നെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കഥ എന്നോടൊരു മോശം പെരുമാറ്റത്തിൽ അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുള്ള നുണക്കഥയാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഒരുപാട് നുണക്കഥ. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ മാധ്യമരംഗത്തുള്ള കുറേ ആളുടെ പേരിൽ പരക്കും. ഞാൻ ഇന്ന് ചോദിച്ചാൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു മുതിർന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ കഥ കേട്ടു. ഞാൻ വിളിച്ചു ചോദിച്ചു, അവർ എൻ്റെ പൊന്നു മോനെ ഞാൻ എന്താ മറുപടി പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഡയറക്റ്റ്ലി നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചിലരുടെ ഭാവനയിൽ, അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആദ്യത്തെ ചോദ്യം, രാഹുൽ ഇനി എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പം രാഹുലിന് അങ്ങനെ ഒളിച്ചോടിപ്പോകാൻ പറ്റത്തില്ലല്ലോ. MLA ആണ്. അയാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും പാലക്കാടിൻ്റെ MLA ആണ്. അപ്പോൾ ആ പദവിയിൽ അയാൾ ചെയ്യാനുള്ള പണികൾ ചെയ്യും. പക്ഷെ അതെങ്ങനെ അയാൾ പ്രതിരോധിക്കും, എങ്ങനെ സാഹചര്യം ഉണ്ടെന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അതിനുള്ള കഴിവും എടുക്കുകയൊക്കെ ആയിക്കൊണ്ടല്ലോ. എങ്ങനെ ചെയ്യണം മാത്രം MLA എന്നതിൽ അയാൾക്ക് പ്രൊട്ടക്ഷൻ അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കും. അയാളെ എനിക്ക് തോന്നുന്നു അയാൾ പിടിച്ചു കയറി വരുമെന്നാണ് തോന്നുന്നത്. ഇനി ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വരുമെന്ന് തോന്നുന്നു. ഇനി ഈ കേസിൻ്റെ ഭാവി നമ്മൾ പരിശോധിക്കണം. അടുത്തത്, അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, രാഹുലിൻ്റെ രണ്ടാമത്തെ കേസ് ഉണ്ടായത് തന്നെ, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കും, രണ്ടാമത്തെ കേസ് ഉണ്ടായത് തന്നെ ഈ ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു പരാതി വരുന്നു, അതും ഒരു വ്യാജ ഇമെയിലിൽ, ഒറിജിനൽ ഇമെയിൽ അല്ല, ഒരു ഇമെയിലിൽ പരാതി വരുന്നു. ആ ഇമെയിൽ KPCC പ്രസിഡന്റ് കിട്ടുന്നു. KPCC പ്രസിഡന്റ് അപ്പോൾ തന്നെ DGP KPCC പ്രസിഡന്റായി. പക്ഷെ വേറെ വഴിയില്ല. അങ്ങനെ ഈ പരാതി കിട്ടി, പോലീസ് FIR ഇട്ടു. ഈ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള IG-മാരിൽ ഒരാളാണ് പൂങ്കുഴലി വെച്ചു. ഞാൻ അതിൻ്റെ ഓർഡർ കണ്ടു. പൂങ്കുഴലിയാണ് എൻ്റെ ഈ SIT. അതൊരു പ്രത്യേക SIT-ആണ്, മറ്റേ SIT അല്ല. ഈ രാഹുലിൻ്റെ ആദ്യത്തെ കേസ് അന്വേഷിക്കുന്ന SIT അല്ല, ഇത് പുതിയ SIT-ആണ്. ഈ കേസിലെ പൂങ്കുഴലിയാണ് അതിൻ്റെ ചുമതലക്കാരി. പൂങ്കുഴലി ഈ LTC യാത്ര പോകാൻ കുടുംബത്തോടെ അത് റദ്ദാക്കി പൂങ്കുഴലിയെ വെച്ചു. പൂങ്കുഴലിയെ നിർബന്ധിച്ച് ഇതിനകത്ത് ഈ സ്ത്രീ ഇപ്പോൾ ഒരു പെണ്ണ് വന്നല്ലോ, അതെ, അങ്ങനെ പെണ്ണുണ്ടോ ഉള്ള കാര്യം പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംശയമുണ്ട്. പക്ഷേ പലരും പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ആളുകളിൽ ഒരു സ്ത്രീയാണ്. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഭയങ്കരമായ പ്രഷർ അവർക്ക് കൊടുക്കുകയാണ്. പ്രഷർ പറഞ്ഞാൽ പോലീസിൻ്റെ പ്രഷർ, രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള പ്രഷർ, ചാനലുകളുടെ പ്രഷർ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 24-ഉം അല്ല മറ്റേ റിപ്പോർട്ടറും ന്യൂസ് മലയാളമൊക്കെ എന്തോ ഒരു വലിയ ഒരു പ്രണയ കവിത രചിക്കുന്ന പോലാണല്ലോ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ ഈ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഇവരുടെ ഒരു പ്രഷർ കൊടുത്താണ്. പക്ഷേ ഇതിന് യാതൊരു അടിത്തറയില്ല എന്ന് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കണം. ഇവർ മനസ്സിലാക്കാൻ ഈ ഒരു കോൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് പോലും ഇതിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. ആരാണ് ഏതാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലല്ലോ. അതാണ്, ആ ഒരു സംശയം പോലും ഈ കേസിലുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായി കാണില്ല, അതുകൊണ്ടാണ് മൊഴിയെടുത്തത്. പക്ഷേ ആ സ്ത്രീയുടെ മൊഴി വിശ്വസനീയമല്ല എന്നാണ് കോടതിയുടെ പ്രഥമ ദൃഷ്ടിയാവുള്ള. അതുകൊണ്ടാണ് ഇന്ന് തന്നെ മുൻകൂർ ജാമ്യം കിട്ടിയത്. അല്ലെങ്കിൽ നേരത്തെ ഈ കേസ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ കേസിൽ ഇവിടെ തന്നെ ജാമ്യം കിട്ടുമായിരുന്നു. സെഷൻസ് കോടതി ജാമ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അതിന് തീരുമാനമെടുക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കേസ് വന്നത്. രണ്ടാമത്തെ കേസോട് വന്നപ്പോഴാണ് ഈ ഗർഭചിത്രത്തെക്കുറിച്ചൊരു ആശങ്ക കുഴപ്പമുണ്ടായതും ജാമ്യം നിഷേധിച്ചതും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ അതേ കോടതി തന്നെ, അത് സ്ത്രീയാണ് ജഡ്ജ് എന്ന് ഓർക്കണം. അതെ, ആ കേസ് കോടതിയിൽ കിട്ടിയിരിക്കുന്ന തെളിവുകൾ ഇവർ പറഞ്ഞിരിക്കുന്ന എന്താണ് ഒരു വളരെ ഭീകര ബലാത്സംഗം ചെയ്തു, ഇവർ നിഷേധിച്ചിരിക്കുക. ഒരു മറ്റേന്ന് കൺസെന്റ് സംബന്ധിച്ചു ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉള്ളതായി അറിയില്ല എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡിനയലാണ് ഈ കേസിലെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഡിനയലാകുമ്പോൾ അവർ കൊണ്ട് രേഖകൾ ഹാജരാക്കുന്നുണ്ട്. ആ രേഖകൾ കോടതിക്ക് വിശ്വാസം വന്നില്ല, അതിനകത്തൊരു റേപ്പ് ഉണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായില്ല. അപ്പോൾ ഇതോടുകൂടി ആ കേസിൽ ജാമ്യം കിട്ടി. അപ്പോൾ രാഹുലിനെ ഇനി ആ കേസ് ഇനി അങ്ങനെ ഒരു റേപ്പ് നടന്നിട്ട് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ്റെ സ്ത്രീയുടെ ചുമതല. പ്രോസിക്യൂഷൻ തന്നെ വിശ്വാസമില്ല. കാരണം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ കേസിൽ ഏറ്റവും വലിയ വിറ്റ്നസ് ആരാണ്? ഫെന്നി നൈനാനാണ്. അതെ, ഫെന്നി നൈനാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പെൺകുട്ടി അടുത്തേക്ക് ഈ പെൺകുട്ടിയെയും രാഹുലിനെയും കൂട്ടിക്കൊണ്ട് കാർ ഓടിച്ചു പോയതും ഹോം സ്റ്റേയിൽ പോയി താമസിച്ചപ്പോൾ ഈ സമയത്ത് വെയിറ്റ് ചെയ്തതും ബലാത്സംഗത്തിന് ഇരയായ ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടതും ഫെന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുലിനെ അല്ലേ അവർക്ക് കിട്ടാത്തുള്ളൂ. അതെ, ഫെന്നി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്, ഒളിവ് പോയിട്ടില്ലല്ലോ. സിമ്പിളായിട്ട് കാര്യമല്ലേ. ഞാൻ ചോദിച്ചത്, ഈ രാഹുൽ 1-ാം പ്രതിയും ഫെന്നി 2-ാം പ്രതിയാണ്.
രണ്ടാമത്തെ പിടിക്കണമല്ലോ ഒരു സ്വാഭാവികം. രണ്ടാമത് പിടിക്കണമല്ലോ. അതെ, ഫെന്നി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. ഓരോടത്തുള്ളി ഞാൻ ഫെന്നിയോട് സംസാരിച്ചു. നമ്മൾ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഫെന്നിയോട് ഓരോ ദിവസം വിളിക്കുന്നുണ്ടായിരുന്നു, ഇവൻ ഒളിവിൽ പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഈ കേസിൽ ഞാൻ ജയിലിലാവുകയാണ്, എനിക്ക് അഭിമാനമാണ്, ഒരു കുഴപ്പമില്ല, കാരണം ഞാൻ ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം എൻ്റെ പുറത്ത് ചെയ്യും. എന്തുകൊണ്ടാണ് പോലീസ് ഫെന്നി അറസ്റ്റ് ചെയ്യാതിരുന്നത്? കാരണം പോലീസിന് ബോധ്യമായി ഇത് അവർക്ക് ഫെന്നിയെ കൂടി അറസ്റ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൊടുക്കുക എന്നല്ല ലക്ഷ്യം. നേരെ മറിച്ച് ആദ്യത്തെ കേസിലെ ജാമ്യം ഇല്ലാതാക്കുന്നത് മാത്രം. അല്ല, ഒരു ഫിന്നി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണ്ടേ? പിന്നെ ഫിന്നി ഇപ്പോഴും ഇപ്പോഴും അവിടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ ഉണ്ട്. ഇതുവരെ അയാൾ ഒളിവിൽ പോയിട്ടില്ല. അയാളുടെ ഫോണിൽ ഞാൻ വിളിച്ചിട്ട് കിട്ടുമായിരുന്നു, പിന്നെ പോലീസ് വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പം പോലീസിന് തന്നെ അറിയാം ഈ കേസ് നിലനിൽക്കുന്നതല്ല. പക്ഷേ പോലീസിനെ ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണമെന്ന് അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ടാമത്തെ കേസ് ഏതാണ് പൊളിഞ്ഞിരിക്കുകയാണ്. ആ കേസ് നിലനിൽക്കത്തില്ല, ഒരു എവിഡൻസും ഇല്ല, ബലാത്സംഗവും ഇല്ല. സ്വാഭാവികമായി ഒന്നാമത്തെ കേസും ഇനി അങ്ങോട്ട് സ്വാഭാവികമായി ഈ രണ്ടാമത്തെ കേസ് പൊളിഞ്ഞ് ഒന്നാമത്തെ കേസിന് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് പക വീട്ടാൻ വേണ്ടിയാണ് എന്ന തിയറി ഉണ്ടല്ലോ. അതെ, ഇദ്ദേഹത്തെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഇവരുടെ ഒരു തിയറി ഉണ്ട്. ആ തിയറിയെ പിന്തുണയ്ക്കാൻ ഗുണകരമായി മാറും. ഈ രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒന്നാമത്തെ കേസിന് ദോഷമായി. രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയത് ഒന്നാമത്തെ കേസിന് അനുകൂലമായി മാറും. അപ്പോൾ എനിക്കിപ്പോൾ അറിയേണ്ട വേറൊരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ടാവും ഈ വിവാദങ്ങൾ? യഥാർത്ഥത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി വേണ്ടതുപോലെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഗുണം ചെയ്തേനെ. അതാണ് ചെയ്തത്. പക്ഷെ കോൺഗ്രസ് പാർട്ടി ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് നിരന്തരം ചീത്ത വിളിക്കും. അവര് ഇയാളെ ചീത്ത വിളിച്ച് ഇവനെ തള്ളിക്കളഞ്ഞ് ഇതെല്ലാം ഭയങ്കര കുഴപ്പമായി, ഇവൻ മഹാകുഴപ്പക്കാരനെന്ന് വരുത്തി തീർത്ത് ഇവരങ്ങ് അഡ്മിറ്റ് ചെയ്ത് പിന്മാറിയത് കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടത്തില്ല. പക്ഷേ CPM എന്ന് പറഞ്ഞോ LDF അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ജനത്തിന് മനസ്സിലായി ഇത് അവരവരുടെ വീഴ്ച മറച്ചു വെക്കാൻ, ശബരിമലയിലെ കൊള്ള മറച്ചു വെക്കാൻ, കാര്യക്ഷമതയിലായി മറച്ചു വെക്കാൻ ഈ പറയുന്ന പദ്ധതി കൊണ്ട് ഇറങ്ങിയതാണ്. അത് വളരെ CPM സംബന്ധിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങൾ തന്ത്രപൂർവ്വം നടപ്പിലാക്കാൻ അറിയാം. അങ്ങനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഒരിക്കലും കഴിയാറുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ കാര്യമായ പ്രതിഫലനം ഉണ്ട്. രണ്ടാം ഘട്ടം നാളെ നടക്കുകയും ചെയ്യണം. അപ്പം എന്തായാലും ജാമ്യം കിട്ടി ഇത് ഒരു തരത്തിൽ കോൺഗ്രസിനും ഗുണം ചെയ്യും. കാരണം ഇത് മനഃപൂർവ്വം വേട്ടയാടലാണ് എന്നുള്ളൊരു. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം CPM കാരനായിരുന്നെങ്കിൽ ഇത് ഫലപ്രദം അവർ ഇരവാദമാക്കി എടുത്ത് അതിനെ അനുകൂലമാക്കിയാണ്. PT കുഞ്ഞുമുഹമ്മദ് മിണ്ടുന്നില്ലോ. അവര് എത്ര നാളായി സാംസ്കാരിക നായകന്മാരോട് പോയി കേരളത്തിൽ ആരും മിണ്ടുന്നില്ല. ഇരയ്ക്കൊപ്പം എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പം ഞങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആരും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ അതൊന്നും ഇതുകൊണ്ടൊന്നും വോട്ട് നേടാം എന്നുള്ള CPMന്റെ വ്യാമോഹം നടക്കത്തില്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് CPM വിരുദ്ധമാണ്. സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈസി വാക്കവറാണ്. ഇക്കുറി ഇപ്പം കോർപ്പറേഷൻ്റെ കാര്യം എടുത്തോളൂ. തിരുവനന്തപുരം നഗരസഭ BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷി നല്ല ഒരു 46 സീറ്റിനും 50 സീറ്റിനും ഇടയിൽ BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ, എറണാകുളം കോർപ്പറേഷൻ കോൺഗ്രസിന് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ണൂർ കോൺഗ്രസിന് കിട്ടാം, കോൺഗ്രസ് ഉണ്ടാവും. പിന്നെ തൃശ്ശൂർ ഇത്രയും സാധ്യതയുണ്ട്. അതായത് അതേസമയം ഈ BJPക്ക് മൊത്തത്തിൽ BJPക്ക് അവരുടെ നില അവർ മെച്ചപ്പെടും. മാത്രമല്ല അവർ പ്രൊഫഷണലി കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അത് രവിചന്ദ്രശേഖരന്റെ ഒരു വന്നതോടുകൂടി തന്നെ അവർ എല്ലാ കാര്യത്തിലും പ്രൊഫഷണൽ അപ്രോച്ച് വന്നു. ഇപ്പോൾ തിരുവനന്തപുരം തന്നെ നോക്കൂ, നമ്മൾ തന്നെ നോക്കിയ പല വാർഡുകളിലും CPMന്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് നഷ്ടപ്പെടും, ഇല്ലേ? പലയിടങ്ങളിലും അവർക്ക് സിറ്റിംഗ് സീറ്റ് വല്ലാത്തൊരു CPMന് ഇതുവഴി ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഇന്നലെ വഞ്ചിയിൽ തന്നെ ഉണ്ടായ സംഘർഷം തന്നെ നോക്കാം. അവിടെ ക്രമക്കേട് നടത്തുന്നു എന്ന് അറിഞ്ഞപ്പം BJP ആണ് അവിടെ പ്രവർത്തനത്തി അവർ ശക്തിയായി എതിർത്തത്. BJP വളരെ പവർഫുൾ ആണ്. പിന്നെ CPM ഇതെല്ലാം കള്ളത്തരല്ല. രാജ്മോഹൻ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മുടെ കിഴക്കമ്പലത്ത് ആലോചിച്ച് നോക്കി, അവർ CPMഉം കോൺഗ്രസും ഒരുമിച്ച് ഒരുമിച്ച് പിടിച്ചു പോകുന്നു, ഒരേപോലെ മത്സരിക്കുന്നു. അവിടെ 26 പാർട്ടി ഒരുമിച്ചാണ് നിൽക്കുന്നത്. LDF UDF ഒരുമിച്ച് നടന്നു. ഇതാണ് ഇവരുടെ വിരോധം. മാത്രമല്ല സ്വതന്ത്ര വേഷം കെട്ടി നിർത്തിക്കാനാണല്ലോ എല്ലാവരെയും. എന്നിട്ട് കിറ്റക് സാബു അവിടെ വോട്ട് ചെയ്യാൻ മന്ത്രി വെളിയിൽ നിന്ന് ചാനൽ എടുത്തപ്പോൾ അടിയും ബഹളം, റോഡിറങ്ങി പോയപ്പോൾ അവിടെ നിന്ന് വെള്ളം വയ്ക്കും. ഇത് രണ്ട് കൂട്ടരും ഒരുമിച്ചുണ്ടെന്നുള്ളതാണ് CPM. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ പലപ്പോഴും ഓർക്കാറില്ല. അതെ, ജനത്തിന് തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ഭാവിയെക്കുറിച്ച് ഒരു വലിയൊരു ആശങ്ക. പക്ഷേ ഈ പറഞ്ഞ രാഹുൽ തിരിച്ചു വരും, രാഹുൽ തിരിച്ചു വരിക്കാൻ. കാരണം ഈ പല കഥകളും
വെറും കഥകളായിരുന്നു. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്നോട് ഒത്തിരി പേര് പറഞ്ഞു നിങ്ങൾ ഈ ദിലീപിനെയും രാഹുൽ മാങ്കുട്ടത്തെയും പിന്തുണയ്ക്കുന്നത് ശരിയല്ല. സത്യത്തിൽ ദിലീപിനെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ദിലീപിനെ പിന്തുണച്ചിട്ടില്ല. ദിലീപ് ഈ നമ്മുടെ സമൂഹം കണക്കാക്കുന്നത് പോലെ തന്നെ ദിലീപ് ആള് വെടുപ്പല്ല എന്ന് തന്നെയാണ് വിശ്വാസം. ദിലീപിൻ്റെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള നമ്മളാണ്. പക്ഷേ നമ്മൾ ഈ കേസിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, കോടതിയിൽ സാധനം എത്തി. ഈ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കോടതി ആ രേഖകൾ പരിശോധിച്ചൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞ് ഉചിതമല്ല. അത് ശരിയല്ലല്ലോ. അത് ഇന്ന് ഉച്ചയ്ക്ക് ഒരാൾ ഓഫീസിൽ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞു നിങ്ങൾ നേരത്തെ സ്വീകരിച്ച നിലപാടല്ലല്ലോ. അപ്പം ഞാൻ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ നിലപാടല്ല, ഇത് കോടതി തീരുമാനിച്ച കാര്യമാണ്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോടതികളിൽ ഒരു തീരുമാനം ഉണ്ടായാൽ ഇപ്പം നമ്മൾക്കെതിരെ ആദ്യത്തെ കേസ് ഈ സർക്കാർ 2023 വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ കേസ് നമുക്കുണ്ടായത് SC/ST ആക്ട് അനുസരിച്ച്. ഈ കേസിൻ്റെ ജാമ്യാപേക്ഷ ആദ്യം കൊടുത്തത് ഈ ഹണിയം വർഗീസിൻ്റെ ബെഞ്ചിലാണ്. നിഷ്കരണം ജാമ്യം തള്ളിക്കളഞ്ഞു. പക്ഷെ നമ്മൾ ഹണിയം വർഗീസിന് എന്തെങ്കിലും പറയുകയോ പ്രതികരിക്കുകയോ, നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ എന്താണ്? നമ്മൾ ഹൈക്കോടതി പോയി അപ്പീൽ കൊടുക്കുക. ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. നമ്മൾ ഒരിക്കലും ഒരു ജഡ്ജിയെ കുറ്റപ്പെടുത്തിയില്ല. നമ്മൾ ഇന്നേ വരെ ആ ഹൈക്കോടതി ജഡ്ജിയോ ഈ ജഡ്ജിയോ കുറ്റപ്പെടുത്തില്ല. കാരണം അത് അവരുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഫാക്റ്റിൻ്റെ പുറത്ത് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള അവരുടെ അവകാശമാണ്. തീർച്ചയായും. അപ്പോൾ നമ്മൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ഈ 2 പേരുടെയും കണ്ടെത്തലുകൾ തെറ്റാണെന്ന് പറഞ്ഞ് ജാമ്യം നൽകുക മാത്രമല്ല SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കേണ്ട മാനദണ്ഡങ്ങളും പ്രഖ്യാപിച്ചു. പക്ഷേ അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു താഴത്തെ കോടതിയുടെ നിലപാട് തെറ്റിപ്പോയി നമ്മൾ പറയാൻ പാടില്ല. കാരണം നിയമവ്യവസ്ഥയെ നമുക്ക് തള്ളിപ്പറയാനുള്ള അവകാശമില്ല. ഇവിടെ ദിലീപിൻ്റെ കേസിൽ തെളിവുകൾ മുഴുവൻ കണ്ടത് 8.5 കൊല്ലം നീണ്ടു നിന്ന അന്വേഷണവും വിചാരണയുമാണ്. ഈ ഇത്രയും കാലത്തെ തെളിവുകൾ മുഴുവൻ പരിശോധിച്ചത് ആ കോടതിയാണ്. ആ കോടതിയുടെ മുമ്പിൽ ശിക്ഷിക്കാൻ പറ്റിയ തെളിവുകളില്ല. ഗൂഢാലോചനയ്ക്ക് യാതൊരു തെളിവില്ലല്ലോ. ഗൂഢാലോചന കുറ്റമാണല്ലോ ചുമത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യം, സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യം തള്ളിയിട്ടും സുപ്രീം കോടതി പോയി ജാമ്യം നേടാൻ നിസാരക്കാരനായ ഷാജൻ സ്കറിയയ്ക്ക് പറ്റി. അപ്പോൾ പിന്നെ ഒരു നടിക്ക് പറ്റത്തില്ലേ? ഇവിടെ ഈ പറയുന്ന മുഴുവൻ തെളിവുകളും ദിലീപിനെതിരെ ഉണ്ടായിട്ടും ഈ സെഷൻസ് കോടതി ദിലീപിനെ ശിക്ഷിച്ച് വെറുതെ വിട്ടതാണെങ്കിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി പോകണം. ഹൈക്കോടതി തീർച്ചയായിട്ടും തിരിച്ച് വിധി തരുമല്ലോ. ദിലീപ് ജയിലിലാവുമല്ലോ. പല കോടതികളുണ്ടല്ലോ, സുപ്രീം കോടതി ഉണ്ടല്ലോ. അപ്പം ജയിലിലാവുമല്ലോ. അതിന് ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പം പാലത്തായി കേസിൽ ആ വിധി ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവർ ഹൈക്കോടതിയിൽ അപ്പീലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, ഇത്തരത്തിൽ എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ കിടന്ന് ബഹളം വയ്ക്കും. ഇപ്പോൾ പുതിയൊരു വിവാദം ഉണ്ടായിരിക്കുന്ന ഒരു കത്ത് വിവാദമാണ്. ഈ കത്ത് ഏറ്റവും ആദ്യം കിട്ടുന്ന എൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ വിധി മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ആ വിധി മറ്റേ ഇയാൾക്ക് ചെല്ലുകയാണ്. ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഷേണായിക്ക് ചെല്ലുകയാണ്, യശ്വന്ത് ഷേണായി. ഈ വിധി വന്നപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി. വലിയ വാർത്തയാണ്. അന്ന് തന്നെ, അതായത് വെള്ളിയാഴ്ച എന്നാണ് കോടതി വിധി വന്നത്, തിങ്കളാഴ്ച കോടതി വിധി വന്ന 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പരാതി കിട്ടിയിരുന്നു. ഇങ്ങനൊരു പരാതി വന്നതും കൊടുത്തത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ അത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് പബ്ലിഷ് ചെയ്തില്ല. ഞാൻ വീഡിയോ സൂചിപ്പിക്കുകയും ചെയ്തിട്ടില്ല. എന്താ കണ്ടന്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഏതൊരു മനുഷ്യനും ലോജിക്കുള്ള മനുഷ്യനും അറിയാം 1 മുതൽ 6 വരെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന്. അവർ നേരിട്ട് പങ്കെടുത്തവരാണ്. അതേസമയം 7 മുതൽ 10 വരെയുള്ള പ്രതികൾ ദിലീപുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയവരും തെളിവ് നശിപ്പിച്ചവരും അവരെ കുറ്റവിമുക്തരാക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇവർ ഈ കത്തെഴുതുന്ന 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കും, 7 മുതൽ 10 വരെയുള്ളവരെ വെറുതെ വിടുന്നത് കത്ത് ആരോ മനഃപൂർവ്വം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്തൊരു കഥയില്ല. TP കേസിൽ ഇതാണല്ലോ സംഭവിച്ചത്. അത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, സ്വാഭാവികം മാത്രം. അതെ, കൃത്യമല്ലേ. TP കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ആ ഗൂഢാലോചന കേസ് ഒരിടത്തും എത്തിയിട്ടില്ല. ഇപ്പോഴും ഹൈക്കോടതി കിടക്കുക. TP രമയുടെ KK രമയുടെ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ ആർക്കും ഏത് പൊട്ടക്കണ്ണനും മാവേലെറിയുന്നത് പോലെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനം വെച്ചിട്ട് ഈ ജഡ്ജ് കേസ് അട്ടിമറിച്ച് വന്നിട്ട് വിവാദം ഉണ്ടാക്കും. പക്ഷേ എനിക്ക് മനസ്സിലാൻ പറ്റാത്ത, കോടതികളെക്കുറിച്ചൊക്കെ ഇങ്ങനെ, കോടതി വിധികളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ചയാവുന്നത് പോലെ വക്കീലന്മാരൊക്കെ ലൈവിൽ വന്ന് എന്തൊക്കെ വിളിച്ചു പറയുന്നത്, പണത്തിന് മേലെ കോടതിയും പറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നിയമവ്യവസ്ഥയെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതിൻ്റെ തെളിവാണ്. അവരുടെ നീതി വ്യവസ്ഥ, അവരുടെ നിയമവ്യവസ്ഥ എല്ലാവർക്കും ബാധകമാവണം എന്നത് അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ദിലീപ് അവിടെ നിൽക്കട്ടെ. ദിലീപല്ല, നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിൽ കേസിൽ ഒടുവിൽ രാഹുലിന് നീതി കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതിൽ ദിലീപിനെ നമ്മൾ പിന്തുണയ്ക്കല്ല,
കോടതി സംവിധാനം. കോടതി പറഞ്ഞ എന്താണോ അത് നമ്മൾ അനുസരിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പിന്തുണയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ കൊടുക്കാവൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് പൊതുപ്രവർത്തകനായിരിക്കുമ്പോൾ അധാർമികമായി അയാളുടെ പരിചയക്കാരായ സ്ത്രീകളോട് ബന്ധമുണ്ടാക്കി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റം. അതിനുള്ള ശിക്ഷയെ കൊടുക്കാവൂ. പക്ഷേ ഒരു സൈക്കോ ക്രിമിനലാണ്, ഒരു ബലാത്സംഗ വീരനാണ്, അയാളെ എറിഞ്ഞു കൊല്ലണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായത് ഒരുത്തൻ്റെ പോസ്റ്റാണ്, അയാളുടെ വീട്ടിലെ നായക്കുട്ടികളെ എന്ന് പരിശോധിക്കണം. ഈ തരത്തിലൊക്കെയുള്ള പോസ്റ്റുകളിട്ട് ഇയാളെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഇയാളെ മോശക്കാരനാക്കുന്നു. യോജിപ്പില്ല. 76-കാരനായ മറ്റൊരു അതെ, 76 വയസ്സ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. നമുക്കറിയത്തില്ല. ഈ മനുഷ്യന് ഈ മോക്ഷത്തിനുള്ള അതിനുള്ള സമയം നോക്കിയിരിക്കുകയും അതിനെക്കുറിച്ചുള്ള മോഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ഈ സമയത്തൊക്കെ ചിന്തിക്കാൻ പറ്റുക എന്ന് പറയുന്നതും അതിനെയൊക്കെ തീവ്രത കുറഞ്ഞ് പീഡനം എന്ന് ന്യായീകരിക്കുന്നതൊക്കെ തീവ്രത കുറഞ്ഞ് പീഡനം എന്ന അളവുകളുണ്ടാവും. മാത്രമല്ല നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആളിന് ഈ മേഖലയുള്ള ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല സ്വാധീനമുള്ളവർ തന്നെയാണ്. അപ്പോൾ സാധാരണക്കാരെ ചോദിക്കാനും പറഞ്ഞാൽ ആരില്ലാത്ത ആളെടുത്ത് സ്ഥിതി എന്താവും ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി നടക്കുക. എന്തായാലും ഈ ദിലീപിൻ്റെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അയാളെ അനാവശ്യമായി വിചാരണ, അതിൻ്റെ അകത്തെ അയാളെ ഇല്ലാതാക്കുക എന്ന രീതിയിൽ അയാളുടെ പാർട്ടിക്കകത്തും എതിർ പാർട്ടിക്കകത്തും ചാനലുകളും മാധ്യമങ്ങളും എല്ലാം കൂടി അയാളെ പൂർണ്ണമായും ഇല്ലാതാക്കി അസ്തമിച്ച് ശവടക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിലൊന്നും അയാൾ വഴങ്ങാതെ ഉയർത്തെഴുന്നിട്ട് വരും. അയാളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ, ഈ അധാർമിക അതടക്കമുള്ള വീഴ്ചകൾ ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് അങ്ങനത്തെ ദോഷങ്ങളുണ്ടെങ്കിൽ നീ ദയവായിട്ട് ഇനി അതങ്ങ് വിട്ടേര്, അതിന് എന്തെങ്കിലും പരിഹാരം നീ കണ്ടെത്തുക. നീ എന്തായാലും ദയവായിട്ട് നിന്നെ ഞങ്ങൾക്ക് വേണം, ഈ നാടിന് വേണം. നിന്റെ മേൽ വേറൊരു ആരോപണവും ഇല്ല, അഴിമതിയില്ല, വേറെ ഒന്നിലും മിടുക്കനാണ്. പക്ഷെ നിനക്ക് ഈ ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ ദയവായി അത് ഇഷ്ടപ്രകാരമാണ് എന്നൊന്നും പറയണ്ട, ഉപേക്ഷിച്ചേക്കണം. ഞാൻ ഇന്ന് തന്നെ ഉപദേശിച്ചിട്ടുണ്ട്, വീണ്ടും ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ ശക്തമായി ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിശക്തമായ ഒരു തിരിച്ചുവരവിൽ രാഹുലിന് കഴിയട്ടെ. ചെയ്ത കുറ്റങ്ങൾ രാഹുൽ തിരുത്തട്ടെ. രാഹുലിന് വേട്ടയാടി തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് നിരാശ ഉണ്ടാവട്ടെ. അവർക്ക് നിരാശയായി. രാഹുൽ തീർന്നു, ഇനി വരത്തില്ല, ജയിലില്ല. അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നു കൈവിലങ്ങ് വെച്ച് രാഹുലിനെ കൊണ്ട് നടക്കില്ല. 15-ാം തീയതി അറിയാം അന്തിമമായി. എങ്കിൽ പോലും അതിൻ്റെ സാധ്യത കുറവാണ്. പതിയെ ചാനലുകൾ വലിഞ്ഞു തുടങ്ങി. അവർക്ക് വലിയ ആവേശമില്ല, വേറെ വിഷയമുണ്ടല്ലോ അവർക്ക് വലിയ വിഷയം. അപ്പം പാവങ്ങൾ വേറെ വിഷയം ഉണ്ടാക്കിയെടുക്കും. ഇപ്പം ശശിധരൻ വിഷയം ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരികയാണ്. നാളെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം നേരിട്ട് കാണാം. രാഹുൽ വീണ്ടും MLA ആയി പൊതുപ്രവർത്തനം നടത്തട്ടെ. രാഹുലിൻ്റെ കയ്യിലിരിപ്പുകളൊക്കെ അദ്ദേഹം മാറ്റിവെക്കട്ടെ. രാഹുലിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നവരൊക്കെ പതിയെ പത്തി മടക്കി തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ. നന്ദി.